ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ എണീക്കാൻ. രാത്രി മൂവിയൊക്കെ ഞാൻ പറഞ്ഞ ലേറ്റായി കിടക്കുമ്പോൾ അപ്പോൾ അജുവേട്ടൻ അവിടെ ചൂടെടുക്കുന്നുണ്ട്, വേറൊരു റൂമിൽ കിടക്കുന്നുണ്ട്, ആദ്യക്കുട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബാക്കി പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പതുക്കെ സംസാരിക്കുന്നത്. മുടിയൊക്കെ ഉണ്ടോ, ഷാമ്പൂ ഇട്ട കാരണം ഇങ്ങനെ വണ്ടിയിൽ വന്നപ്പോൾ ചറപറന്നായിട്ടുണ്ട്. ഇനി കുളിക്കണമെന്ന്. അപ്പോൾ ചായ കുടിച്ചിട്ട് ബ്രഷ് ചെയ്തിന് ചായ കുടിച്ചിട്ട് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഹാളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് പപ്പ അടുക്കളയിൽ നിന്നിട്ട് ചായ എന്തോ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അതായത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനായിരുന്നു പപ്പ. അജുവേട്ടൻ എന്തോ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ആൾ നല്ല ഉറക്കമാണ്. ഉള്ളിൽ രാത്രി ഭയങ്കരമായിട്ട് ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് മമ്മി ആദ്യമേ പറഞ്ഞിരുന്നു എ സിയുടെ റൂമിൽ വന്ന് കിടന്നോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ നമ്മുടെ അപ്പുറത്ത് അനീൻ്റെ റൂമിൽ വന്ന് കിടന്നു. പിന്നെ രാത്രി പപ്പയും മമ്മിയും കിടക്കുമ്പോൾ അവർ ഉണർത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ പോയിട്ട് ഹാളിൽ പോയി കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് മമ്മി ഇവിടെ നിന്ന് വെച്ചപ്പോൾ മമ്മി കുളിക്കാൻ പോയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പപ്പ സാബുദാന കിച്ചടി എന്ന് പറയും, അത് നമ്മുടെ ചൊവ്വരി കൊണ്ടുള്ള കിച്ചടിയാണ് കേട്ടോ. അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എക്സ്പേർട്ട് പപ്പയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന തിരക്കിലാണ് പപ്പ. അപ്പോൾ സ്ഥിരം ഞാൻ നമ്മുടെ മമ്മിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, അതായത് അജുവേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരം മോർണിംഗിൽ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയണത്, പപ്പയും മമ്മിയും രാവിലെ അവർ ഫസ്റ്റ് ചായ ഉണ്ടാക്കി കുടിക്കും രാവിലെ നേരത്തെ. അവർക്കത് ശീലമാണ്. അപ്പം പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വന്ന ശേഷം, അതായത് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാനും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ എത്തുമ്പോൾ ലേറ്റാവും, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ലേറ്റാവും. എന്തെങ്കിലും നമുക്ക് ഇവിടെ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, നമ്മൾ ടി വി ഇല്ലയെന്നല്ല, ടി വി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ആണി അടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടി വി സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം ടി വിയുടെ അടിയിലായിരിക്കും. അതുപോലെ തന്നെയാണ് അജുവേട്ടനും ഏതെങ്കിലുമൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന മൂവികളൊക്കെ ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ ഏതിലെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാനും കാണും. എനിക്കും അവിടെ പോകുമ്പോഴേ എനിക്കും അതുപോലെ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് എഴുന്നേൽക്കുന്നത് നമ്മൾ എപ്പോഴും ലേറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ അജുവേട്ടൻ്റെ അച്ചമ്മ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുന്നും ഞങ്ങൾ അച്ചമ്മയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പൂനെയിൽ, ബോംബെയിൽ. അച്ഛമ്മയുടെ കൂടെ ആയിരുന്നത്, അച്ഛൻ്റെ പപ്പയുടെ പെങ്ങളുടെ കൂടെയായിരുന്നു. അപ്പം ആ സമയത്ത് എടുത്ത ഫോട്ടോസ് വെച്ചിട്ട് ആനിവേഴ്സറിക്കോ മറ്റോ അജുവേട്ടൻ ഗിഫ്റ്റ് കൊടുത്തെങ്ങാണ്ടായിരുന്നു പപ്പയുടെ മമ്മയുടെ ആനിവേഴ്സറിക്കോ മറ്റോ. അങ്ങനെ എന്തോ ഒരു കപ്പാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ലേറ്റായി കിടക്കുന്നതാണ്, ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ആദ്യം പപ്പ കുടിക്കത്തില്ല, പപ്പ ഒരിക്കലേ കുടിക്കുള്ളൂ ചായ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ, മമ്മിക്കും അജുവേട്ടനും എനിക്കും ചായ, ആദ്യക്കുട്ടിന് കോഫി. ഇതെടുക്കലാണ് എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ആദ്യം പാല് തിളപ്പിച്ചു. ഇപ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ മമ്മിക്കും മധുരം പാടില്ല, അപ്പോൾ ആദ്യക്കുട്ടനാണെങ്കിൽ കോഫിയാണ്. അപ്പോൾ ഞാൻ ഒരുമിച്ച് പാലും വെള്ളം കൂടെ ഒരുമിച്ച് തിളപ്പിച്ചിട്ട് ഒരു 4 ഗ്ലാസ് വേണ്ടെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ തിളപ്പിക്കും. അങ്ങനെ അത് തിളപ്പിച്ച ശേഷം അതിൽ മധുരം ഇടാതെയാണ് ഇപ്രാവശ്യം ഞാൻ തിളപ്പിച്ചെടുത്ത് കേട്ടോ. എന്താ വെച്ചാൽ മമ്മിക്ക് മധുരം വേണ്ടാത്തതുകൊണ്ട്. അങ്ങനെ ആദ്യം നമ്മുടെ പാല് തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ വീഡിയോ കോൾ ഉണ്ടായിരുന്നു, അമ്മയോടും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ആദ്യം പാൽ ഇളച്ച ശേഷം ആദ്യക്ക് കോഫിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ അവൻ്റെ കോഫി മാറ്റി വെച്ചു. അതിനകത്ത് കോഫിപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് ചെയ്തത്. അതുപോലെ നെക്സ്റ്റ് ബാക്കിയുള്ള പാലെടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ചായപ്പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അതിനുശേഷം അതും ഓരോരോ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ട് മമ്മിയുടെ മധുരമൊന്നും ഇല്ലാണ്ട് മാറ്റി വെച്ചു. അജുവേട്ടൻ്റെ അതുപോലെ തന്നെ അനിയൻ്റെ ഒരു കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചൂട് നിൽക്കുന്ന ഒരു കപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ചൂടുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചൂട് നിൽക്കുന്ന കപ്പാണെന്നാണ് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കറിയില്ല അജുവേട്ടൻ കുടിക്കുമ്പം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ കപ്പിലേക്ക് ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ അതിൽ ഇളക്കിയിട്ട് സെപ്പറേറ്റ് അടച്ചു വെച്ചു. പിന്നെ എൻ്റെ ഗ്ലാസ്സിൽ ഞാൻ സെപ്പറേറ്റ് പഞ്ചസാര ഇട്ടിട്ട് എനിക്കും ഞാൻ ഇളക്കിയെടുത്തു. അങ്ങനെയൊക്കെയാണ് ചായ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് കേട്ടോ. സാധാരണ എന്ന് വെച്ചാൽ മമ്മി കുറച്ച് മധുരമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അവിടെ മധുരം ഇട്ടിട്ട് തന്നെ എടുക്കാറുണ്ടായിരുന്നു, പക്ഷേ കുറവ് മധുരമായിരുന്നു എന്ന് മാത്രം. പക്ഷേ ഇപ്രാവശ്യം നല്ലോണം ഒട്ടും മധുരം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും മധുരമില്ലാതെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിൽ എടുക്കേണ്ടി വന്നു കേട്ടോ ചായ. അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് അരിച്ച് ഓരോ ഗ്ലാസ്സുകളിലൊക്കെ ആക്കി ഓരോരുത്തർക്കൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടി എല്ലാം ആക്കി അരിപ്പയൊക്കെ ഒന്ന് ചായപ്പൊടിയൊക്കെ ഒന്ന് അരിച്ച് അരിപ്പയിലാക്കി അവിടെ വെള്ളം വാരാൻ വെച്ചു. അങ്ങനെ പിന്നെ ചായ കുടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് വന്ന ശേഷം ആദ്യം ചായ കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ദിവസം തുടങ്ങുന്ന തന്നെ ഒരു ചായ എന്നാണ് കേട്ടോ.
അതില്ലാത്ത ദിവസം ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പലപ്പോഴും ചായ കുറയ്ക്കാനല്ല, ഞാൻ കൂടുതൽ കുടിക്കുന്ന ഒരാളല്ല. പക്ഷേ രാവിലത്തെ ചായ എനിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസം മൊത്തം പോകുന്നത് അതിലാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസം മൊത്തം പോക്കാണ് കേട്ടോ. പിന്നെ തലവേദന, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം. അറിയാം കേട്ടോ അതൊരു മോശം ശീലമാണെന്നുള്ളത്. പക്ഷെ എന്താ ചെയ്യുക, ശ്രമിക്കാറുണ്ട്. പക്ഷെ പറ്റണില്ല കേട്ടോ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അതിനിടെ കൂടെ പപ്പയും കൂടെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. പപ്പയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പപ്പ സാബുദാന കിച്ചടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആദിക്കുട്ടൻ്റെ കോഫി ആദ്യം കൊണ്ട് വെച്ചു, അത് അടച്ചു വെച്ചു. അതുപോലെ തന്നെ അജുവേട്ടൻ്റെ ചായ അടച്ചിട്ടുള്ളതായിരുന്നു, അത് അവിടെ കൊണ്ട് വെച്ചു. പിന്നെ മമ്മിയുടെ ഗ്ലാസ് എടുത്തുകൊണ്ട് വെച്ചു, അത് അടച്ചു വെച്ചു. പിന്നെ എൻ്റെ ചായ എടുത്തിട്ട് വന്നിട്ട് ഞാനിരുന്ന് കുടിക്കാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരല്പം ചൂട് വേണം കേട്ടോ ചായക്ക്. എപ്പോഴും ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ചൂടോടെ കുടിക്കും. കാരണം എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി അത് കുടിച്ച ശേഷമേ ബാക്കി പണികളിലേക്ക് കടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ അവിടെ ഒരാളല്ലല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സമയമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ മമ്മിയുടെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കൂടെ വന്നിട്ടുണ്ട്. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ മമ്മി ഇവിടെ വയ്യാത്തതുകൊണ്ട് ഭയങ്കര കരച്ചിലും വാശിയായിരുന്നു പാവം. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടെന്നാണ് കേട്ടോ അവനെ പോയിട്ട്. അല്ലാണ്ട് അവൻ്റെ ടൈമല്ല, അവൻ 10 മണിക്ക് അവൻ്റെ ടൈം. പക്ഷെ കുറേ ദിവസം കൊണ്ട് അവന് വയ്യാത്ത കാരണം അവനെ കരച്ചിൽ കേൾക്കുമ്പോൾ മമ്മി നേരത്തെ എഴുന്നേറ്റ് കൊണ്ടുവരും. ഇവിടെ വന്നിരുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ആളങ്ങനെ ഇരിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ മമ്മി അവനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് അങ്ങനെ അവനെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. അപ്പോൾ അവൻ എഴുന്നേറ്റ് അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അജുവേട്ടനും എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ അവൻ അജുവേട്ടന് ചായയൊക്കെ കൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്ത് ആൾ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ആരും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, മമ്മി മാത്രമേ കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ വഴിയെ കുളിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുന്ന് ചൂടോടെ കുടിക്കും കേട്ടോ. പക്ഷേ കണ്ടോ എൻ്റെ കണ്ണൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് അങ്ങ് ഇടുങ്ങിയിട്ട് ചുവന്നായിരിക്കുന്നത്. കാരണം അത് വയ്യാത്തതുകൊണ്ട് കേട്ടോ, പനിയുടെ കൊണ്ടാണ്. അങ്ങനെ പിന്നെ ഉറക്കം വന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നു. ഇതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുടെ ഉറക്കം കേട്ടോ. അങ്ങനെ കിടന്ന് പാവം അങ്ങനെ ഉറങ്ങിപ്പോയി. സങ്കടം തോന്നി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ, സങ്കടം തോന്നി പാവം കണ്ടപ്പോൾ. നമ്മുടെ ചൂട് ഉറങ്ങി കേട്ടോ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അവനെ ഉറക്കി കിടത്തിയപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് അവനും കൂടെ കയറി കിടന്നു. കുറച്ച് കഴിയുമ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് അജുവേട്ടൻ അവിടെ കയറി കിടന്നു. അങ്ങനെ അവൻ്റെ ഷീറ്റിൽ അവർ രണ്ടുപേരും കിടക്കും കേട്ടോ. അപ്പം മമ്മി ഇങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോ കാണിച്ച് ഉമ്മ കൊടുക്കാൻ പറയുമ്പോൾ അവൻ ഇങ്ങനെ ഉമ്മ കൊടുക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് മമ്മി അരി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഉച്ചക്കിലേക്ക്. അപ്പോൾ ദോശ എന്താണെന്ന് വെച്ചാൽ 2 സ്പൂണ് ഗോതമ്പ് പൊടിയും ഒരു 4 സ്പൂണ് കോറപ്പൊടിയും കൂടെ എടുത്തിട്ട് അതിനകത്ത് ശകലം ഉപ്പും ശകലം തേങ്ങ ചിരവിയതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ദോശ കേട്ടോ. അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് അജുവേട്ടനും ആദിക്കുട്ടനും പപ്പയ്ക്കും സാബുദാന കിച്ചടിയായിരുന്നു. പപ്പ പിന്നെ അതും കഴിച്ചില്ല. പപ്പ ഇന്നലത്തെ പാവ് ഭാജി ഉണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ചതൊക്കെ കഴിഞ്ഞ് ഉള്ളിയൊക്കെ ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കാണിച്ച അത്രയും അളവാണ് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ എടുത്തിരിക്കുന്നത്. 8 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള ഫ്രൈ ചെയ്തെടുക്കാനും 4 സവാള നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ സ്പൂണായതുകൊണ്ട് തന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. എന്താ പറയുക, നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പൂണാണ് ഇതിൽ, ചെറിയ 2 സ്പൂൺ ഇട്ടിട്ട്. അപ്പം സാധാ സ്പൂൺ നോക്കുമ്പോൾ വലിയൊരു സ്പൂണ്. പിന്നെ നമ്മൾ മസാലയിലും ചേർക്കുമല്ലോ, അതുകൊണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു വലിയ ടീസ്പൂണാണെങ്കിൽ നമുക്ക് ഗരം മസാലപ്പൊടി 1 സ്പൂണ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വിസിൽ വെച്ചെടുക്കാം. ഇല്ലില്ല എൻ്റെ ഒക്കത്താ ബാബു ബാബു. അപ്പോൾ ഇതിലൊരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ വെച്ചാൽ ആദ്യം ഒരു വിസിലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു വിസിൽ വെച്ചിട്ട് നോക്കുമ്പോൾ അത് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു വിസിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെയിൻ അബദ്ധം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ആ പകുതി സവാള പകുതി സവാള നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സാധാ റിഫൈൻഡ് ഓയിലിൽ. അതിനകത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ സുങ്കുടു ഭയങ്കര കരച്ചിലായതുകൊണ്ട് എൻ്റെ കയ്യിൽ അവനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവനെയും കൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സവാള
എണ്ണയിൽ നമ്മൾ ഒരു 1-2 സ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നത് നല്ല വെന്ത് സോഫ്റ്റായി വരുന്ന രീതിയിൽ അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. അത് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 കൊത്ത് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അല്ലെങ്കിൽ കുറച്ച് വലിയൊരു തക്കാളി അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുത്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അഥവാ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർക്ക് ഇത് കാണാം, അല്ല എളുപ്പം കണ്ടുപോകേണ്ടവർക്ക് അത് കാണാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വീണ്ടും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടിയോളം ഞാൻ 4-5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. അതിൽ വീണ്ടും 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്ന രീതിയിൽ നല്ല പോലെ വഴറ്റിയെടുത്ത ശേഷം നമ്മളിതിലേക്ക് പിന്നെ വെള്ളം വേറെ ചേർത്ത് കൊടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ നമ്മൾ വേവിച്ചിട്ടുണ്ടല്ലോ, അത് അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ വേവിച്ച ചിക്കൻ ഇതിലേക്ക് തട്ടിയ ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിച്ച് വരണം. മസാലയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് മമ്മിയും ചപ്പാത്തി ചുടുന്നുണ്ടായിരുന്നു. ഒപ്പം എന്താ പറയുക, അവൻ കാര്യങ്ങളും അവനെ ഉറക്കാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് മമ്മി അവിടെ കൊടുക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞു ജസ്റ്റ് ആ ചപ്പാത്തി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തി ചുടുന്നും പരത്തുന്നുമുണ്ട്. അപ്പോൾ അജുവേട്ടോട് ഞാൻ പറഞ്ഞു, അജുവേട്ട ഈ ഉള്ളി ഒന്ന് പൊടിച്ചിടേണ്ടത്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി പൊടിച്ചിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അജുവേട്ടൻ അതൊക്കെ പൊടിച്ചിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനിരിക്കണം. ഇന്നലത്തെ പുലാവ് ബാക്കി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി എടുത്തു. ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ വിസിൽ വെച്ചു, പിന്നെ അത് വെന്തിട്ടില്ല എന്നുകൊണ്ട് 1 വിസിലൂടെ വെച്ചു എന്ന് പറഞ്ഞില്ലേ. എന്നിട്ടും ഞാൻ കുത്തി നോക്കിയ കഷ്ണം വെന്തത് കാരണം നമ്മൾ വാങ്ങി വെച്ചു, താഴെ ഇറക്കി വെച്ചു നമ്മൾ കറി. അങ്ങനെ കുക്കറിൽ ആ കറി അങ്ങനെ നമ്മൾ മസാല പുരട്ടിയെടുത്തു. പക്ഷേങ്കിൽ പിന്നെയാണ് മനസ്സിലായത് ചില കഷ്ണങ്ങൾ ഭയങ്കരമായിട്ട് വേവ് കുറവായിരുന്നു എന്ന്. അപ്പം എനിക്കാണെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ്, വേവ് കുറവുള്ളത്. പപ്പ പറയേണ്ടത് പപ്പയ്ക്ക് കിട്ടിയ പീസൊക്കെ നന്നായി വെന്തിട്ടുണ്ടെന്ന് കേട്ടോ. പക്ഷേ അജുവേട്ടന് കിട്ടിയ പീസുകളും ചിലത് വെന്തിട്ടുണ്ട്, ചിലത് വെന്തിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മിക്കാണെങ്കിലും പല്ല് ഇല്ലാത്തതുകൊണ്ട് തന്നെ കടിക്കാൻ പാടായിരുന്നു. എനിക്കും അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ റിസ്ക് ആയിരുന്നു. എനിക്കും അങ്ങനെ അധികം വേവാത്തത് കഴിക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, വൈകുന്നേരത്തേക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് സവാള ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ പച്ച സവാള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ അതൊന്ന് വീണ്ടും നമുക്കൊന്ന് പാകപ്പെടുത്തി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 പ്ലേറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയെടുത്തു. പിന്നെ മമ്മിയുടെ ഊണ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ മമ്മി കഴുകി എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ആ സവാള, ഞാൻ പറഞ്ഞില്ലേ പച്ചയ്ക്ക് നമ്മൾ മുറിച്ചിട്ടുണ്ടെന്ന സവാള എടുത്തിട്ട് അതൊരു 1 സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചിട്ട്, എന്താ വെച്ചാൽ ഓൾറെഡി എണ്ണ നല്ലോണം ഒഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ആ 1 സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചിട്ട് നമ്മൾ വേഗം ആ സവാളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ മസാല ചേർത്ത്, കാരണം വെള്ളം ചേർക്കുമ്പോൾ അതൊന്നുകൂടെ ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിന് മസാലയും ആവശ്യത്തിന് കുറച്ച് ചുടുവെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വീണ്ടും 3 വിസിൽ, ടോട്ടൽ 5 വിസിൽ വെച്ച് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സജുവിൻ്റെ അച്ഛൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു. സജുവിൻ്റെ അച്ഛൻ TV കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആദിക്കുട്ടനാണെങ്കിലും അതുപോലെ തന്നെ അജുവേട്ടനാണെങ്കിലും അജുവേട്ടൻ അമ്മയാണെങ്കിലും അവർ അപ്പുറത്തെ AC റൂമിൽ കിടക്കുന്നുണ്ട്. എനിക്കും AC അത്ര ചേരാത്ത കാരണം ഞാൻ മാക്സിമം AC റൂമിൽ കിടക്കാറില്ല. അതാട്ടോ സത്യം. ഒരു നിവർത്തില്ലെങ്കിൽ മാത്രം, അത്ര ചൂണ്ടി മാത്രമേ ഞാൻ കിടക്കുള്ളൂ. അപ്പോൾ എനിക്ക് ചേരാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ അനിയൻ്റെ റൂമിലൊന്ന് കിടക്കുകയാണ്. പപ്പയുടെയും മമ്മയുടെ റൂമിലാണ് അവർ കിടക്കുന്നത്. അപ്പോൾ ആദ്യക്കൂട്ടിന് ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ച് കിടത്തി ഉറക്കം കിടത്തിയതാണ് കേട്ടോ. ദേഷ്യപ്പെട്ട് പോയി കിടക്കുക, എന്നോട് പിണങ്ങി കിടക്കുക ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ 2 വീലറിലായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വീലറിലായതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരം നമ്മൾ പുറപ്പെടുന്നത്, തിരിച്ചവിടെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഉറക്കം തൂങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോകാൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളെ പിടിച്ച് അവനെ പിടിച്ച് കിടത്തി ഉറക്കാൻ വേണ്ടിയതായിട്ട് തന്നെ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു, ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കുറച്ചു നേരം കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. ബാക്കി നമുക്ക് വൈകുന്നേരം ഉറങ്ങി എണീറ്റിട്ട് കാണാം കേട്ടോ. ചേച്ചാ
അയ്യോ ലൈറ്റ് കാണിച്ച ശേഷമായിട്ട് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞില്ല, മറന്നുപോയി, നമ്മുടെ സുങ്കുടു, നമ്മുടെ ചെറുത് കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു, പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വിചാരിച്ചിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി കിടത്തി ഉറക്കിയിട്ട് വന്നു മമ്മി. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കാര്യം പറയാൻ മറന്നു. എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ വീണ്ടും എടുത്തോട്ടെ വീഡിയോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുകയാണ്, അതുകൊണ്ടാണ് വെളിയിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 4:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആദ്യക്കൂട്ട് നല്ല ഉറക്കമാണ്. അജുവേട്ടന് എഴുന്നേറ്റോ എന്നറിയില്ല, നോക്കട്ടെ കേട്ടോ പതുക്കെ. അങ്ങനെ ഞാൻ പതുക്കെ ഹാളിലേക്ക് പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ പപ്പ അടുക്കളയിൽ ചായ വെക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അജുവേട്ടൻ എന്ത് നല്ല ഉറക്കത്തിലാണ്. മമ്മയെ നോക്കിയപ്പോൾ മമ്മയും ഉറങ്ങുമായിരുന്നു, കണ്ണടച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് പപ്പ ചോദിച്ച് എന്ത് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ വിസിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും 3 വിസിൽ വെച്ചു. അതായത് ആദ്യം നമ്മൾ 1 വിസിൽ വെച്ചു, പിന്നെ വെന്തിട്ടില്ല പറഞ്ഞ് വീണ്ടും 1 കൂടെ വെച്ചു, പിന്നെ കഴിച്ചു കഴിഞ്ഞ ശേഷം 3 വിസിൽ വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അത് ഇത്തിരി വെള്ളം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് തിക്ക് ഗ്രേവി ആക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പിന്നെ പപ്പ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആ സമയം കൊണ്ട് ഞാൻ വേഗം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്ത് ആ കുക്കർ തുറന്ന് നമ്മുടെ ഇറച്ചിയും മസാലയൊക്കെ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചുരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതായി, അതവിടെ ഒന്നായി. അപ്പം നമ്മൾ വന്ന് കുറച്ച് ഇരുന്നിട്ട് TV ഓണായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്പോർട്സ് എന്താണ് പപ്പ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് നേരം എന്താ പറയുക ഇങ്ങനെ കോമഡി മൂവി ക്ലിപ്പിങ്സൊക്കെ വെച്ച് വീണ്ടും ഇടയ്ക്ക് വന്നിട്ട് നമ്മളൊന്ന് കുറുകിയോന്നൊക്കെ നോക്കി ഇളക്കിയിട്ട് കുറുകിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇരുന്നിരുന്ന് ഒന്നുകൂടെ കുറുകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അപ്പോഴേക്കും പപ്പ ചായയൊക്കെ ആക്കിയിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അജുവിനുള്ള ചായ എടുത്തുകൊണ്ട് പോയിട്ട് ആൾ നല്ല ഉറക്കമായിരുന്നു, പതുക്കെ വിളിച്ചിട്ട് ഒന്ന് ഉണർത്തിയെടുത്തു. അപ്പോഴേക്കും ആൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് വിളിക്കാതിരിക്കാൻ, ഉറങ്ങണ അടപ്പ് വിളിക്കാനും തോന്നിയില്ല, പക്ഷേ വിളിക്കാതിരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 5-5:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ വേണമല്ലോ, തിരിച്ച് ഇവിടെ അഹമ്മദാബാദ് എത്തണ്ടേ. അപ്പോൾ അങ്ങനെ പതുക്കെ കട്ടനൊക്കെ തുറന്നപ്പോഴാണ് ആൾ കുറച്ചൊന്ന് കണ്ണൊക്കെ തുറന്നു. പിന്നെ ഞാൻ ബിസ്ക്കറ്റ് വേണോ ചോദിച്ചപ്പോൾ ആദ്യം ആൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കെന്തോ കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് എടുത്തപ്പോൾ എന്നാൽ എനിക്കും കൂടെ താന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആൾക്കും കൊണ്ട് കൊടുത്ത് അങ്ങനെ ആൾ അവിടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനും ബിസ്ക്കറ്റ് കഴിച്ചു, പിന്നെ ചായയൊക്കെ കുടിച്ച് പതുക്കെ നമ്മളിങ്ങനെ റെഡിയാവാൻ പോവാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് തിരിച്ച് അഹമ്മദാബാദ് എത്തണ്ട. അപ്പോൾ ആദ്യക്കുട്ടനെ വിളിക്കാൻ വന്നിരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന്. അതിപ്പോ എണീച്ചടേ നോക്ക്. ഹായ്, എണീച്ച് 5 o'clock കഴിഞ്ഞ് നമുക്ക് അഹമ്മദാബാദ് പോണ്ടേ. ഊണ്ടാന്ന് പണ്ട് ഓങ്ങിയപ്പോൾ എണീച്ചാൻ വയ്യേ, എണീച്ചടേ. അങ്ങനെ ക്യാമറ ഓണായി കണ്ടപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറയും. ഞാൻ ബാത്റൂമിൽ പോയി നമ്മൾ ഫോണും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്നോട് യുദ്ധം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് സിലിണ്ടറുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ അവർ വെയിറ്റ് നോക്കി കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ വെയിറ്റ് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അജുവേട്ടൻ പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോയിക്കോളൂ, നാളെ വെയിറ്റ് നോക്കുന്ന മെഷീനും കൂടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് ഇടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും വേഗം റെഡി ആയിട്ട് ഞങ്ങളും ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അജുവേട്ടന് ഒരു അബദ്ധം പറ്റി. അജുവേട്ടൻ്റെ ഫോൺ പോക്കറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾ മമ്മിയുടെ ഫോൺ എടുത്തിട്ട് ശ്രദ്ധിച്ചില്ല, ആളുടെ ഫോണാണെന്നുണ്ട് മമ്മിയുടെ ഫോൺ എടുത്ത് പോക്കറ്റിലിടും. താഴെ പോയപ്പോൾ 2 ഫോൺ കാണും ഓരോ പോക്കറ്റിലും. പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായത് മമ്മിയുടെ ആണെന്നുകൊണ്ട് പിന്നെ വേഗം ഫോൺ മമ്മിക്ക് തിരിച്ചു കൊടുത്ത്. അങ്ങനെ നമ്മൾ പിന്നെ ചിക്കൻ കറി നമ്മൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മമ്മി കുറേ നിർബന്ധിച്ചിട്ട് ചെറിയ കുഞ്ഞ് 2 ടിഫിൻ ബോക്സുകളിലായിട്ട് 2 ചെറുതിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഒരു 6 മണിയൊക്കെ ആയി കാണും നമ്മൾ ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ സുങ്കുടിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, ആദ്യമൊക്കെ കാണാൻ പറ്റിയില്ല. ഒരു കഥ വടവായതാണ്, എന്നെ ഉറക്കമാണെങ്കിൽ പറഞ്ഞു മമ്മിക്കും ഹോസ്പിറ്റലിൽ പോകണം പല്ല് കാണിക്കാൻ. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക കേട്ടോ. വഴിയിൽ നമ്മൾ ബറോഡ കടന്നിട്ടില്ല ഇതുവരെ. ബറോഡ കഴിയാറായി മത്ലബ് ഇവിടുത്തെ എൻട്രൻസ് കടക്കാറായി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടിങ് പോയിന്റ് ആവാറായി. ഹൈവേ സ്റ്റാർട്ട് ആവാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ അഹമ്മദാബാദ് കാണിച്ചിരുന്ന പോലെ തന്നെയുള്ള ഒരു ഗുരുദ്വാരയാണ് കേട്ടോ. ഇവിടെ ചാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളൊരു ഗുരുദ്വാരയാണ്. പിന്നെ ഇത് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കെമിക്കൽസ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ GSFCയുടെ ഫുൾ ഫോം. അതിൻ്റെ ബോർഡ് ഒന്ന് കാണിച്ചെന്നാണ് നമുക്ക്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ വാസത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ വാസത്ത് പറഞ്ഞ സ്ഥലത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മഹിസാഹർ റിവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിന്നാന്നത്തെ വീഡിയോയിൽ, അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവിടെ ആണെങ്കിൽ കുറേ അമ്പലങ്ങളുണ്ട്. ഈ ഗണപതിയെ ഒഴുക്കാനും ഒക്കെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. കുറേ അമ്പലങ്ങളൊക്കെ ഉള്ള കാരണം പൂ നല്ല ലാഭമാണ്. ഇങ്ങനത്തെ ഈ ഒരു മാലയ്ക്ക് 20 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ നല്ല ലാഭമുള്ളതാണ്. അപ്പോൾ ബറോഡയ്ക്ക് വരുമ്പോൾ അജുട്ടൻ മുൻപ് വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം മുമ്പ് രാത്രി 12 മണിയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ ശിവൻ്റെ ഒരു രൂപം ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായിരുന്നു. ഇപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ കാണാൻ. ശരിക്കും നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കണമെങ്കിൽ ഒന്നും കൂടെ ഇതിനെക്കാട്ടും ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോട്ടലാണ് കാണിച്ചത് ബറോഡയ്ക്ക് പോകുന്ന സമയത്ത്. ആജുവേട്ടൻ വെള്ളം മേടിക്കാൻ പോയിരിക്കണം. അപ്പം ഞാനും ആദ്യം കൂടെ ഇവിടെ വെറുതെ ഞങ്ങളിവിടെ വെളിയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ വെള്ളം മേടിച്ചിട്ട് വരും. എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടില്ല. 7:20 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും ആദ്യക്കൊണ്ടും കൂടെ ഇവിടെ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരുന്ന് ഞങ്ങളുടെയൊക്കെ ഇടുപ്പൊക്കെ പോയി. എന്താ പറയണ്ടായിരുന്നു? ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാ? നിങ്ങൾ ഇതാ ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെയായി. ഇപ്പം ഞാൻ മറ്റേ റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ മൂവിയിൽ എന്താണ് ദിലീപ് ഇങ്ങനെ ആക്കി വെച്ച് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ്, അതായത് ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. ഇത് നല്ല അത്യാവശ്യം വലിയ ഹോട്ടലാണ്. നമ്മളിതുപോലെ എവിടെയും പോകുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കാറുള്ള ഹോട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇതും നല്ല ഫുഡൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ ആളെന്ത് പറഞ്ഞു, സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിശക്കുന്നു പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് നമ്മൾ നമ്മുടെ എന്താ പറയുക എന്തായിരുന്നു തേപ്പിലയും അതിൻ്റെ കൂടെ കിഴങ്ങ് പുഴുങ്ങിയതുണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു റായിത്ത പോലെ. അതുപോലെ തന്നെ നമ്മുടെ വലിയ നീളത്തിലുള്ള നല്ല പൊള്ള മുളകില്ല, അങ്ങനത്തെ മുളകും ഉണ്ടായിരുന്നിട്ട് ബജ്ജി മുളക് പോലത്തെ എരിയില്ലാത്ത മുളക് ഫ്രൈ ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റ് തേപ്പില വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നൈസായിട്ടുള്ള ചപ്പാത്തി പോലെ നമ്മുടെ എന്താ പറയുക മേത്തി ഇല, അതായത് ഉലുവച്ചീരയുടെ ഇലയൊക്കെ വെച്ചിട്ടുള്ള ചെറുതരം ചപ്പാത്തിയാണ്. അപ്പോൾ അത് തൈരും കൂട്ടൊക്കെയാണ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഒരു പ്ലേറ്റിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു, ചെറുതായിട്ടൊരു സ്നാക്സ് പോലെ. കഴിക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ വിശക്കുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആസിഡിറ്റി കയറുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അമ്മയും കൂടെ ഒന്ന് ഫോൺ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചപ്പോൾ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ. പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇന്ന പകുതി സ്ഥലദൂരം എത്തി, പിന്നെ ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്, അപ്പോൾ രാത്രി ലേറ്റായാലും വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ബാഗിനകത്താണെങ്കിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് അജുവേട്ടൻ എന്നോട് ചീത്ത പറഞ്ഞു, നീ എന്തിനാ രാത്രി എത്തി വിളിക്കാൻ, അവർ ലേറ്റായി അവരും കാത്തിരിക്കും, നമ്മൾ എന്തായാലും എത്താൻ ലേറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ലെങ്കിൽ അമ്മ തിരിച്ചെന്തായാലും ഇങ്ങോട്ട് വിളിക്കാം, അപ്പോൾ കിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ടെൻഷനാവും, അതിനെക്കാട്ടും നല്ലതല്ലേ നേരത്തെ പറയുന്നത്, 10 മണിക്കുള്ളിൽ എത്തണം, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വിളിക്കില്ല, നാളെ വിളിക്കില്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അമ്മയോടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് പറയായിരുന്നു. പിന്നെ നെക്സ്റ്റ് വേറൊരു പെട്രോൾ പമ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ. പെട്രോൾ അടിക്കാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് റിയൽ ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നംകീനും വേഫേഴ്സൊക്കെ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു ഫാക്ടറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, വലിയൊരു ഫാക്ടറിയാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴി നമുക്ക് കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ തുളസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് അജുവേട്ടനും മമ്മിയൊക്കെ പണ്ട് തൊട്ട് ഇവർ ബറോഡയ്ക്ക് പോകുന്ന സമയത്ത് അഹമ്മദാബാദ് അവർ പരിചയക്കാരുടെ വീട്ടിൽ വരുന്ന സമയത്ത് അവർ എപ്പോഴും സ്ഥിരം കയറുന്ന ഹോട്ടലാണ്. ഇപ്പോഴും അവിടെ ഒരു ചായെങ്കിലും കുടിച്ച് കയറാതിരിക്കാറില്ലേ പപ്പയുടെ കൂടെയൊക്കെ വരുമ്പോൾ. പിന്നെ ഇത് ദ ക്രൂസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഈ വഴിയിലത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക കയറിയിട്ടില്ല ഇതുവരെ, പക്ഷെ നല്ല അടിപൊളി ഹോട്ടലാണ്. കാണുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിരിക്കും, കാരണം ഒറിജിനൽ ക്രൂസ് ഇതുപോലെ എന്താ പറയുക ഷിപ്പ് ഇങ്ങനെ കേട് വന്നതിനെ കൊണ്ടുവന്നിട്ട് അവർ ഹോട്ടലാക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫിഷ് ടിക്കയും ചപ്പാത്തിയും പനീർ സബ്ജിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഫിഷ് ടിക്ക മാത്രം 2 പീസ് ഞാൻ കഴിച്ചു, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. ജുവേട്ടനും ആദ്യക്കൂട്ടനും ചപ്പാത്തി കഴിച്ചു, പിന്നെ പനീർ സബ്ജി പാക്ക് ചെയ്ത് വരിക ചെയ്തു കേട്ടോ. പിന്നെ ചിക്കു ഷേക്കും കുടിച്ചു. അപ്പോൾ നമ്മൾ വീടെത്തി 11:20 ആയി. ഇനി ഒക്കെ കാൽമുഖം കഴുകി മുഖമൊക്കെ നന്നായി ഫ്രഷ് ആയിട്ടൊന്ന് കഴുകിയിട്ട് കിടക്കാൻ പോകണം. കുളിക്കാനുള്ള ടൈമില്ല, അപ്പം രാവിലെ കുളിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.